ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുറച്ച് കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നിങ്ങൾ ഫസ്റ്റ് വൺ കാണുന്നത് ഒരു ലോക്കറ്റാണ്. ഈ ലോക്കറ്റ് താലിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ പലതരം താലികളുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ലെറ്റർ ഉള്ള ഒരു ലോക്കറ്റാണ്. ഇത് എസ് ലെറ്ററാണ്. നമ്മുടെ കയ്യിൽ A to Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സിൻ്റെയും ലോക്കറ്റുകളും അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കുരിശാണ്. അത്യാവശ്യം വലിപ്പമുള്ള കുരിശാട്ടോ. ഇത് പല സൈസിലുള്ള കുരിശുകളുണ്ട്. ചെറുത് തൊട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള സൈസിലുള്ള കുരിശുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു 3D മോഡല് ഒരു ലോക്കറ്റാണ്. ഹാർട്ട് ഷേപ്പിലുള്ളൊരു ലോക്കറ്റാണ്. നമ്മളോട് ഒത്തിരി പേര്, കൂടുതലും കുട്ടികളാണിത് ചോദിക്കുന്നത്, ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു ലോക്കറ്റാട്ടോ. അത് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ചെറിയൊരു ലോക്കറ്റാണ്. നെക്സ്റ്റ് ഒരു വരുന്നത് അടുത്തൊരു താലി തന്നെയാണ്. നമ്മൾ ആദ്യം കണ്ടതിൽ കുറച്ച് വ്യത്യാസമുള്ളൊരു താലിയാണ്. ഇത് ഓം എന്ന് എഴുതിയിരിക്കുന്ന ഒരു താലിയാണ്. പല ആൾക്കാരും പല താലികളാണല്ലോ യൂസ് ചെയ്യുന്നത്. നമുക്ക് 2-3 ടൈപ്പ് താലികളുണ്ടല്ലോ. എല്ലാ ടൈപ്പും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇത് ഒരു സൂഫിയുടെ ഒരു ലോക്കറ്റാണ്. ചെറിയ ലോക്കറ്റാട്ടോ. കുഞ്ഞു മാലയുടെ കൂടെ കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഉപയോഗിക്കാം. എന്നാലും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലോക്കറ്റാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇത് 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് റിംഗ് ആയിട്ട് ഉപയോഗിക്കാം, ഒന്ന് മിഞ്ചിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതും പല മോഡലുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു മിഞ്ചിയും റിങ്ങായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ഇതിൻ്റെയും 2-3 മോഡലുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പല സൈസിലാണ് ഇത് നമുക്ക് ഉള്ളത്. അടുത്തത് നമുക്ക് ലോക്കറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് അത്യാവശ്യം മുഴുപ്പുള്ളൊരു ലോക്കറ്റാണ്. അത്യാവശ്യം നല്ലൊരു 8 പിടി 10 പിടി മാലയുടെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ലോക്കറ്റാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാട്ടോ. ഈ കാണുന്ന ലോക്കറ്റ് പണ്ട് കാലം മുതലേ എല്ലാവർക്കും ഉള്ളൊരു ലോക്കറ്റാട്ടോ. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട്. നമ്മൾ ചുട്ടിയും ചെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ലോക്കറ്റ് മാത്രമാണ്. ഇതിൻ്റെ കമ്മലും നമുക്ക് അവൈലബിൾ ആണ്. ഈ ചുട്ടിയും ചെയിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കമ്മൽ കാണാം. ഹാർട്ട് ഷേപ്പിലുള്ള അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ്. ഈ കാണുന്ന കളക്ഷൻസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കും. അപ്പോൾ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റഡാണ്. ഇത് അമ്മമാർക്കൊക്കെ അത്യാവശ്യം നല്ല ഒത്തിരി വലിപ്പമില്ലാത്ത അത്യാവശ്യം ഇടത്തരം ടൈപ്പുള്ളൊരു സ്റ്റഡാണ്. നമ്മുടെ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡാണ്. നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക്, റെഡ്, ഗ്രീന് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു അത്യാവശ്യം ഇടത്തരം സൈസിലുള്ള ഒരു സ്റ്റഡാട്ടോ ഈ കാണുന്നത്. നെക്സ്റ്റ് വരുന്നതും നമ്മുടെ അമ്മമാർക്ക് പറ്റിയൊരു സ്റ്റഡാണ്. നല്ല സൂര്യകാന്തി പോലെ ഇരിക്കുന്ന, ഏകദേശം ഉപമിക്കാട്ടോ, അങ്ങനെ ഇരിക്കുന്നൊരു കമ്മലാണ്. നല്ല മുഴുപ്പുള്ളൊരു കമ്മലാട്ടോ ഇത്. ഇതും ഗോൾഡ് പോലെ തന്നെ നമുക്ക് തോന്നും. ഇത് നമുക്ക് ഒരു കാലത്ത് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന മഴത്തുള്ളിയുടെ ഒരു കമ്മലാണ്. ഇതിൻ്റെയും എല്ലാ കളേഴ്സും, ഇതൊരു വെറൈറ്റി കളറാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ പല കളേഴ്സിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതൊരു മീഡിയം സൈസിലുള്ളൊരു ജിമിക്കാട്ടോ. തീരെ ചെറുതുമല്ല, എന്നാൽ ഒത്തിരി വലിപ്പവും ഇല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ളൊരു ജിമിക്കയാണ്. ഇതിൻ്റെ അടിയിൽ ബ്ലാക്ക് കളറിലുള്ള മുത്താണ്. അത് പല കളറിലും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് നോസ് പിന്നാണ്. ഇതൊരു ചന്ദ്രക്കല പോലത്തെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നോസ് പിന്നാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നോസ് പിന്നാട്ടോ. നെക്സ്റ്റ് വരുന്നത് ബാങ്കിളാണ്. ഇത് അഡ്ജസ്റ്റബിൾ ബാങ്കിളാട്ടോ. അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബാങ്കിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പാലക്കാമാല പരിചയപ്പെടാം. ഈ പാലക്കാമാല കണ്ടു കഴിഞ്ഞാൽ സ്വർണം വരെ മാറി നിൽക്കും. അതുപോലുള്ളൊരു മാലയാണ്. നല്ല ഭംഗിയുള്ള, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പാലക്കാമാലയാണ്. അതിൽ റെഡും ഗ്രീനുമാണ് കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.